ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മിവി എന്ന ബ്രാൻഡിൻ്റെ സൗണ്ട് ബാർ പരിചയപ്പെടാം. മിവി S24 എന്ന സൗണ്ട് ബാറാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് നോക്കാം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈനിങ് ആണ്. ഡിസൈനിങ് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു ഫിനിഷിങ് നൽകിയിട്ടുണ്ട്. മറ്റുള്ള സൗണ്ട് ബാറിനെ കാട്ടി കുറച്ചുകൂടി നല്ല ലുക്ക് തന്നെയാണ്. നല്ല ഒരു ഡിസൈൻ, അത് അത്രയ്ക്ക് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ ഫുൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുൻവശത്ത് സിൽവർ ലൈൻ ഡിസൈൻ നൽകിയിട്ടുണ്ട്. പിന്നെ സ്പീക്കറുടെ സെൻട്രലായി മിവിയുടെ ഒരു ബാഡ്ജും കാണാം. ഈ സ്പീക്കറിൻ്റെ മുകൾ വശത്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ള ബട്ടണും നൽകിയിട്ടുണ്ട്. പിന്നെ വോളിയം കൂട്ടുവാനും കുറയ്ക്കാനുള്ള ബട്ടണും, അതിൽ തന്നെ നെക്സ്റ്റ് ബട്ടണും പ്രീവിയസ് ബട്ടണും നൽകിയിട്ടുണ്ട്. പിന്നെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടണും കൂടി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ പുറകുവശത്തായി സ്പീക്കർ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെ ആക്സിൻ്റെ ഒരു പോർട്ടും നൽകിയിരിക്കുന്നു. പിന്നെ അതുകൂടാതെ USB പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും, പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും, ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതിൽ ടൈപ്പ് C പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് വളരെയേറെ ഉപയോഗം ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്പീക്കറുകളിലും ടൈപ്പ് C പോർട്ടല്ല നൽകിയിട്ടുള്ളത്, മൈക്രോ USB പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ 2 കേബിൾ കൊണ്ട് നടക്കേണ്ടി വരും. നമ്മുടെ മൊബൈലിലൊക്കെ ടൈപ്പ് C കേബിൾ കൊടുക്കാനുള്ള പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്പീക്കറിൽ ടൈപ്പ് C പോർട്ട് നൽകിയിരിക്കുന്നത് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ പവർ ഔട്ട്പുട്ട് നൽകിയിരിക്കുന്നത് 24 വോൾട്ടാണ്. 24 വോൾട്ട് ഒരു മികച്ച ഔട്ട്പുട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മികച്ചതല്ല, എന്നാലും ഒരു ആവറേജ് ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു പതർച്ച പോലുള്ള സൗണ്ട് ഇതിൽ നിന്നും വരുന്നുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലൊരു സ്പീക്കറിൽ കീറിയ പോലുള്ള ഒരു സൗണ്ടിൻ്റെ ഒരു പതർച്ച ഉണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഇതിൽ പവറിൽ താങ്ങാൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. ആ ഒരു കാര്യം കൊണ്ടാണ് ഇതൊരു പതർച്ച വരുന്നതാണ് തോന്നുന്നത്. സൗണ്ട് ക്വാളിറ്റി മിവിയുടെ വലിയ സൗണ്ട് ബാറിൽ ഉള്ളതുപോലുള്ള സൗണ്ട് ക്വാളിറ്റി ഇതിൽ ലഭിക്കുന്നില്ല. നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങൾ ഇതിൽ കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി അറിയാൻ സാധിക്കില്ല. നമ്മൾ നേരിട്ട് കേട്ട് അതിൻ്റെ ആ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സൗണ്ട് ക്വാളിറ്റി അത്ര വലിയ ക്വാളിറ്റിയിലല്ല ഉള്ളത്. ഇതിൻ്റെ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത് 10 മണിക്കൂറാണ്. 10 മണിക്കൂറൊന്നും കിട്ടുന്നതല്ല, അത് ഒരു ഏകദേശം ഒരു 5-6 മണിക്കൂറോളം നമുക്ക് ലഭിക്കുന്നുണ്ട്. വോളിയം പകുതി വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കൂടുതൽ സമയം നിൽക്കുകയുള്ളൂ. 2500 mAh ബാറ്ററിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇതിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് എന്നെ നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്ക് വലിയ ക്വാളിറ്റി അല്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിലുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്പീക്കർ കാണാവുന്നതാണ്. സ്പീക്കറിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ്. നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടാണ് അവർ ഇതിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും ഒരു വാറണ്ടി കാർഡ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേപ്പറും നൽകിയിട്ടുണ്ട്. സ്പീക്കർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് C കേബിളും നൽകിയിരിക്കുന്നു. പിന്നെ ഒരു ആക്സ് കേബിളും നൽകിയിട്ടുണ്ട്. അത് ആക്സ് കേബിൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു കേബിളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് മേശപ്പുറത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ടിൻ്റെ എഫക്റ്റ് കാരണം മേശപ്പുറത്ത് നിന്നും ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അടിഭാഗത്ത് റബ്ബർ ബുഷ് പോലുള്ള 2 നൽകിയിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ട് നമുക്ക് മേശപ്പുറത്ത് നിന്നും ജെർക്ക് ചെയ്ത് സ്പീക്കർ ഫ്രണ്ടിലോട്ട് വരികയും ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി.